ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ബൈബിൾ ക്രൗൺ 26 മെഗാ ബൈബിൾ ക്വിസിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ചാരേ ചാരേ എൻ ചാരേ വരുമൻ, സ്നേഹസ്വരൂപനെ കാണും ഞാനൻ, സ്നേഹസ്വരൂപനെ കാണും ഞാൻ. എൻ്റെ കഷ്ടത്തിലും മഹാനഷ്ടത്തിലും, എൻ്റെ ആപത്തിലും മഹാദുഃഖത്തിലും, എൻ്റെ കഷ്ടത്തിലും മഹാനഷ്ടത്തിലും, എൻ്റെ ആപത്തിലും മഹാദുഃഖത്തിലും ചാരേ ചാരേ എൻ ചാരേ വരുമൻ, സുന്ദരരൂപനെ കാണും ഞാനൻ, സുന്ദരരൂപനെ കാണും ഞാൻ. കൈകൾ കുഴയുമ്പോൾ കൊടുങ്കാറ്റിൽ അലയുമ്പോൾ, തിരമാലകളേഴയെ മൂടിടുമ്പോൾ, കൈകൾ കുഴയുമ്പോൾ കൊടുങ്കാറ്റിൽ അലയുമ്പോൾ, തിരമാലകളേഴയെ മൂടിടുമ്പോൾ, കൊടുങ്കാറ്റിനെ പിളർന്നവൻ കടന്നു വരും, യേശു കടലിൻ മീതെ നടന്നു വരും. കൊടുങ്കാറ്റിനെ പിളർന്നവൻ കടന്നു വരും, യേശു കടലിൻ മീതെ നടന്നു വരും. ചാരേ ചാരേ എൻ ചാരേ വരുമൻ, സ്നേഹസ്വരൂപനെ കാണും ഞാനൻ, സ്നേഹസ്വരൂപനെ കാണും ഞാൻ. എൻ്റെ കഷ്ടത്തിലും മഹാനഷ്ടത്തിലും, എൻ്റെ ആപത്തിലും മഹാദുഃഖത്തിലും ചാരേ ചാരേ എൻ ചാരേ വരുമൻ, സുന്ദരരൂപനെ കാണും ഞാനൻ, സുന്ദരരൂപനെ കാണും ഞാൻ. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ തക്കതിനുമുണ്ടും ബലിയുന്ന ഞങ്ങൾക്ക് തന്ന എല്ലാ കൃപകൾക്കും കരുണകൾക്കുമായിട്ടും അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ ക്രൗൺ 26 എന്ന മഹത്തായ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന മക്കളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ മെഗാ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എൻ്റെ മക്കൾക്ക് വേണ്ട കൃപയും അനുഗ്രഹങ്ങളും പകർന്ന് ഈ ശുശ്രൂഷ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാം ഉയർത്തപ്പെടുവാനും കർത്താവെ അവിടുത്തെ നാം വാഴ്ത്തപ്പെടുവാൻ തക്കതിനുവണ്ണം ഈ എളിയ ശുശ്രൂഷ സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ ഇതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. നിൻ്റെ കൃപയിൽ സൂക്ഷിച്ച് പരിപാലിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. നിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഉയർത്തപ്പെടുവാനും തക്കതിനുവണ്ണം ഈ എളിയ ശുശ്രൂഷ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും അങ്ങയെ കൊണ്ട് ഈ ശുശ്രൂഷ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് യേശു അതിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുവാറാകണമേ. ആമേൻ. ഒരിക്കൽ കൂടെ നിങ്ങളെ എല്ലാവരെയും ഈ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്വിസ് കോമ്പറ്റീഷനിൽ ജഡ്ജസായിട്ട് കടന്നു വന്നിരിക്കുന്ന സഹോദരങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒന്ന് പ്രിയപ്പെട്ട രാജീവ് വർഗീസ്, എൻ്റെ പ്രിയ പത്നിയാണ്. വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് എന്ന ഈ മഹത്തായ ശുശ്രൂഷയിൽ എൻ്റെ കൂട്ടുവേലക്കാരിയായിട്ട് പ്രവർത്തിക്കുന്നു. മാത്രമല്ല വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ വിമൻസ് വിങ്ങിൻ്റെ ചുമതല കൂടി രാജി വഹിക്കുന്നു. പ്രിയപ്പെട്ട രാജി ശുശ്രൂഷയിലേക്ക് കർത്തനാമത്തിൽ സ്വാഗതം ചെയ്തു. അടുത്തതായിട്ടുള്ളത് അതെ മിസ്റ്റർ സെലീൻ പുന്നൂസാണ്. സെലീൻ അമ്മ പുന്നൂസിനെ പ്രത്യേകമായിട്ടുള്ള ഈ എപ്പിസോഡിലേക്ക് ജഡ്ജിയാൻ തക്കവണ്ണം ക്ഷണിച്ചപ്പോൾ സന്തോഷം സ്വീകരിച്ച് കടന്നു വന്നു. ഏതാണ്ട് 20-25 വർഷത്തിലേറെയായിട്ട് ഈ ശുശ്രൂഷ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. സെലീനാമ്മയുടെ പ്രിയപ്പെട്ട ഭർത്താവ് ദുബായിൽ വെച്ച് കടന്നുപോയി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എങ്കിൽ പോലും അത് കഴിഞ്ഞ ശേഷവും ഈ ശുശ്രൂഷയിൽ ബലഹീന എന്നോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സെലീനാമ്മയെ ഈ എപ്പിസോഡിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യും. ഇനി നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ ഓഡിയൻസിനെ പരിചയപ്പെടുത്തണം. ലോകത്തിലെ നാനാ രാജ്യങ്ങൾ അനേകരാണ് ഈ ശുശ്രൂഷ
കാണുന്നത്. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുത്തുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് എസ്തർ പോൾ രാജ്. എൻ്റെ പേര് എസ്തർ പോൾ രാജാണ്. ഞാൻ കുളത്തൂപ്പിളയിൽ നിന്ന് വന്നുള്ള ഈ പ്രോഗ്രാം വന്നിട്ട് മൊബൈൽ മുഖാന്തരം YMCAയുടെ വാട്സപ്പിൽ കണ്ട് ഞാൻ ഇതിൽ പങ്കെടുക്കാൻ വന്നതാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നതാണ്. ഈ പ്രോഗ്രാമിൽ എനിക്ക് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏവരും ഈ പ്രോഗ്രാം നന്നായിട്ട് വരാൻ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എൻ്റെ വയസ്സ് 80 കഴിഞ്ഞു. ഞാൻ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കുളത്തൂപ്പുഴക്കാരിയാണ്. കഴിഞ്ഞ 8 മാസമാണ് എൻ്റെ ഇളയ മകൻ്റെ വീട്ടിൽ നാലാഞ്ചിറയിലാണ് താമസം. എൻ്റെ ഭർത്താവ് മരിച്ച് 8 മാസമായി. അവസാനം ദൈവം എനിക്ക് ഒരുക്കി തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മിനിസ്ട്രി എന്നും ഉയരത്തിൽ വരണമെന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. 81 വയസ്സുണ്ട് ആൻറ്റിക്ക്. എസ്തർ പോൾ രാജ് ഏത് ചർച്ചിലാണ് പോകുന്നത്? കുളത്തൂപ്പുള്ള CSI ചർച്ച്. എന്നാൽ ഇപ്പോഴിവിടെ 8 മാസമായിട്ട് മകൻ്റെ കൂടെ താമസിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും അല്ലേ? ഇടവകയിലൊക്കെ ഇടയ്ക്ക് നല്ല പ്രായത്തിൽ അങ്ങ് ചെയ്ത് ഇപ്പോൾ വയ്യാത്ത കൊണ്ട് ഓരോരുത്തരും പോകുന്നില്ല. വെളിയിലിറങ്ങാനേ പറ്റാത്ത അവസ്ഥ മുട്ടുണ്ട്. പക്ഷേ ഇതിൽ പങ്കെടുക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. ആഗ്രഹമല്ല, ഇതൊരു സ്വപ്നം. ഒരു സ്വപ്നമായിരുന്നു. പള്ളിയിൽ അച്ഛന്മാർ പ്രസംഗിക്കുമ്പോൾ ഞാൻ പ്രസംഗം ശ്രദ്ധിക്കത്തില്ല സത്യത്തിൽ. എൻ്റെ പ്രസംഗം എന്നാന്ന് വെച്ചാൽ അച്ഛൻ പറയുന്ന ആ ടോപ്പിക് എടുത്തിട്ട് ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ഞാൻ തന്നെ അതിനെ ആൻസർ ചെയ്യും. എൻ്റെ മനസ്സിനകത്ത് അച്ഛൻ്റെ കാര്യം നടത്തുന്ന എൻ്റെ വേല ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി, എനിക്ക് എങ്ങനെയെങ്കിലും ഈ പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിലല്ല എവിടെയെങ്കിലും ഒരിടத்துல ഒന്ന് പങ്കുകൊള്ളണം. ദൈവനാമം അത് ജയിപ്പോ തോപ്പോ എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ നാമത്തിക്ക് വേണ്ടി ഒരു നിമിഷമെങ്കിലും അത് ചെയ്യണം. എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ദൈവം സാധിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. 4ാമത്തെ പ്രാവശ്യമാണ് ഇത് നടത്തുന്നത്. ഈ ബൈബിൾ ക്രൗൺ 6 ഏറ്റവും ഒടുവിൽ നടത്തിയത് 2023 ഇതിപ്പോൾ 1 ലക്ഷം രൂപ സമ്മാനമായി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്നു. ഏതാണ്ട് 16 സഭകളിലെ സഹോദരങ്ങൾ ഇതിലൊന്ന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രായത്തിലും 82 വയസ്സാണ് ഇപ്പോൾ ഏറ്റവും കൂടിയ പ്രായം. ഏറ്റവും പ്രായം കുറഞ്ഞ 13 വയസ്സുള്ള ഒരു ബാലനാണ്. അതിനും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഒരു അവസരം കൊടുക്കുകയാണ് കർത്താവിൻ്റെ ശുശ്രൂഷ. എല്ലാവരെയും നമുക്ക് എടുക്കാൻ സാധ്യമല്ല. അപ്പോൾ ഓരോ എപ്പിസോഡിൽ നിന്നും 2 പേരെ വീതം തിരഞ്ഞെടുക്കും. ഒരു അവസരമാണ് എല്ലാവർക്കും വരാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും സാക്ഷ്യം പറയാനുള്ള സൗകര്യം ഈ റൗണ്ടിലുണ്ട്, ഈ എപ്പിസോഡിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമാണ്. യെസ്, ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും. എൻ്റെ പേര് സുഗതകുമാരി. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ. ഞാൻ ജനിച്ചു വളർന്നത് നെയ്യാറ്റിങ്കരയാണ് എൻ്റെ സ്വന്തം സ്ഥലം. പക്ഷേ ഇപ്പോൾ താമസിക്കുന്നത് വെമ്പായത്ത് കൊപ്പം എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയാനിടയായി തീർന്ന് ഞങ്ങളുടെ ചർച്ചിൽ ഒരാൾ വന്നിട്ട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയും അപ്പോൾ എനിക്കതിന് പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ടാവുകയും അങ്ങനെയാണ് ഞാൻ വന്നത്. പക്ഷേ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇത് നല്ലൊരു പ്രോഗ്രാമാണല്ലോ എന്നുള്ളത് എനിക്ക് സന്തോഷമുളവാക്കിയ ഒരു കാര്യമായിരുന്നു. ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ഒരു മത്സരാർത്ഥിയായി പങ്കെടുപ്പിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. എനിക്ക് ഹസ്ബൻഡും 3 മക്കളുണ്ടായിരുന്നു. മൂത്ത മകൻ മരിച്ചുപോയി. അവൻ്റെ വൈഫും മകനും ബാംഗ്ലൂരാണ് അവർ താമസിക്കുന്നത്. 2ാമത്തെ മകനും കുടുംബം എൻ്റെ കൂടെ ഉണ്ട്. മകള് അവളെ കല്യാണം കഴിച്ച് പൗടിക്കോണം എന്ന് പറയുന്ന സ്ഥാനത്താണ് അവൾ താമസിക്കുന്നത്. എൻ്റെ പേര് ദിവ്യ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായ എന്ന സ്ഥലത്ത് IPC ചർച്ചിലെ പാസ്റ്ററുടെ വൈഫാണ്. വേൾഡ് ടു വേൾഡ് ബൈബിൾ ക്വിസിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. മെഗാ ക്വിസിലെ മത്സരത്തിലേക്ക് മത്സരാർത്ഥിയായി പങ്കെടുക്കാനായിട്ട് തിരഞ്ഞെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ മത്സരത്തിൽ നന്നായി പെർഫോം ചെയ്യാൻ എല്ലാവരും പ്രാർത്ഥിക്കും. ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് ഇന്നാണ് വന്നിട്ടുള്ളത്. കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ചാണ് വെമ്പായം ചർച്ചിലോട്ട് വന്നത്. അന്ന് മുതൽ ചർച്ചിലെ വിശ്വാസികളെല്ലാം വേൾഡ് ടു വേൾഡിനെ കുറിച്ചും മ്യൂസിയത്തിനെ പറ്റിയും അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു ഇതിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഒയ്സി എന്നാണ്. ഞാൻ കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നാണ് വരുന്നത്. എന്നെ ഈ മത്സരത്തിലേക്ക് തിരഞ്ഞെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹസ്ബൻഡ് 2 മക്കളുണ്ട്. ശുശ്രൂഷയിലാണ്.
നോർത്ത് ഇന്ത്യയിൽ ഛത്തീസ്ഗഡിലാണ് ശുശ്രൂഷയിലായിരുന്നത്. ഇപ്പോൾ നാട്ടിലുണ്ട്. റിട്ടയർ ചെയ്തിരിക്കുകയാണ്. പോരുന്നു. ഇപ്പോൾ അതെ, ഇപ്പോൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് സെറ്റിൽ ചെയ്തു. നാട്ടിൽ ശുശ്രൂഷ ഒന്നുമില്ല? ഉണ്ട്, നാട്ടിലുണ്ട്. സഭയുണ്ടോ അതോ? സഭയായിട്ടില്ല, അല്ല, ശുശ്രൂഷ ചെയ്താണ്. മക്കളൊക്കെ എന്ത് ചെയ്യും? മക്കള് രണ്ടുപേരും ഡൽഹിയിലാണ്. ആണ്. സന്തോഷം. ഇന്നത്തെ മത്സരത്തിന്റെ ഘടനയെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ആദ്യത്തെ സ്റ്റേജാണ്, മോശ സ്റ്റേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മോശ സ്റ്റേജിൽ നിന്നാണ് രണ്ടുപേരെ അടുത്ത സ്റ്റേജിലേക്ക് നാം സെലക്ട് ചെയ്യുന്നത്. അടുത്ത സ്റ്റേജ് ജോഷുവ സ്റ്റേജ്. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേജ് കഴിഞ്ഞ് മൊത്തം 7 സ്റ്റേജസ് ആണുള്ളത്. അപ്പോൾ ഇത് പ്രാഥമിക സ്റ്റേജാണ്. ഇതിൽ നിന്ന് ഫസ്റ്റും സെക്കൻഡിനെയുമാണ് നാം ജോഷുവ സ്റ്റേജിലേക്ക് സെലക്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് 4 റൗണ്ടുണ്ട്. ഒന്നാമത് ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്, പഴയ നിയമത്തിലെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്, ആളാം പ്രതി ഒരു ചോദ്യം. രണ്ടാമത്തെ റൗണ്ട് ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ടാണ്, അതും 4 ചോദ്യങ്ങൾ, ആളാം പ്രതി ഒരു ചോദ്യമാണ്. മൂന്നാമതുള്ള റൗണ്ട് എന്ന് പറയുന്നത് ടെസ്റ്റിമണി റൗണ്ടാണ്. ക്രിസ്ത്യൻ യൂത്തിന് നമ്മുടെ സാക്ഷ്യം, അത് 5 മിനിറ്റ് വരെ പറയാം. പിന്നീടും പറയാനുണ്ടെങ്കിൽ 1 മിനിറ്റ് കൂടെ കൂടുതൽ ലഭിക്കും. 6 മിനിറ്റ് പറയുവാൻ കഴിയും. അതിന് 5 മാർക്കാണുള്ളത്. അവസാനമായിട്ട് റാപ്പിഡ് റീഡിംഗ് റൗണ്ട്, പെട്ടെന്ന് പറയുന്ന വേദഭാഗം എടുത്ത് വായിക്കുക. ശരിയായി വായിക്കുന്നവർക്ക് 2 മാർക്കാണ്. തെറ്റുകയാണെങ്കിൽ -1 മാർക്ക്. ഈ ചോദ്യങ്ങളുടെ മറുപടി ഉത്തരം ശരിയാണെങ്കിൽ 5 മാർക്ക് ലഭിക്കും. ഉത്തരം തെറ്റുകയാണെങ്കിൽ -2 മാർക്ക് ലഭിക്കും. അപ്പോൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ തെറ്റായ ഉത്തരം പറഞ്ഞാൽ -2 മാർക്കായിരിക്കും ലഭിക്കുന്നത്. ഇതാണ് ജനറലായിട്ടുള്ള മോസസ് സ്റ്റേജിലെ ഘടന. ഈ റൗണ്ട്സ് ഇപ്രകാരമാണ്. എന്തെങ്കിലും സംശയമുണ്ടോ? ചോദിക്കാം. എന്തെങ്കിലും സംശയമുണ്ടോ? ബൈബിളിലെ പേരെല്ലാം വന്നിട്ട് എനിക്ക് മലയാളത്തിൽ അറിയത്തില്ല. പരവായില്ല, തമിഴില് பரவாயில்ல. கொஞ்சம் கொஞ்சம் பேசல, மலையாளம் புரியுது, கொஸ்டின் எல்லாம் புரியும். பரவாயில்ல, நான் பார்ப்போம். ஆல்ரைட். முதல் கொஸ்டின் உங்களுக்கு தான், எஸ்தர் போல்ராஜ். கேட்கட்டுமா? ஸோ we go for the first question from the Old Testament round. ആദ്യത്തെ ചോദ്യം എസ്തർ പോൾരാജിനോടാണ്. ഇസഹാക്കിനും റബേക്കയ്ക്കും വ്യസനം ഉണ്ടാക്കിയ ഏശാവിന്റെ 2 ഭാര്യമാരുടെ പേരെന്ത്? പസ്മാത്ത്, ഒരു ഭാര്യയുടെ പേര് പറഞ്ഞോളൂ. അപ്പോൾ അതിന് 2 മാർക്ക് എസ്തർ പോൾരാജിന് കൊടുക്കും. ഇനിയും ഒരു ഭാര്യയുടെ പേരുണ്ട്, അറിയാമെങ്കിൽ അത് പറയാം. അറിയില്ല. യെസ് ദിവ്യ. യഹൂദിത്ത്. യഹൂദിത്ത് എന്നും ബാസ്മത്തിൽ നിന്നുമാണ് ഏശാവിന്റെ 2 പുറജാതിക്കാരായ ഭാര്യമാരുടെ പേര്. ഓൾറൈറ്റ്. രണ്ടാമത്തെ ചോദ്യം സുഗതകുമാരിയോടാണ്. കഠിനാധ്വാനം കൊണ്ട് ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കുന്നതിനായി അവരെ കൊണ്ട് പണിയിപ്പിച്ച സംഭരണ നഗരങ്ങൾ ഏവ? പാസ്. യെസ് ദിവ്യ. പാസ്. യെസ് ഓയസി. പാസ്. റൈറ്റ്. തിരുമ എസ്തർ പോൾരാജ്. പിത്തോ, റാംസേസ്. വെരി കറക്റ്റ്. എസ്തർ പോൾരാജ് ഗെറ്റ് 4 മാർക്സ്. പിത്തോം ആൻഡ് റാംസേസ്. ശരി, റൈറ്റ്. മൂന്നാമത്തെ ചോദ്യം ദിവ്യ എമ്മിനോടാണ്. സർവശക്തൻ തന്നോട് ഏറ്റവും കയ്പായത് പ്രവർത്തിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എന്ത് പേര് വിളിക്കണമെന്നാണ് നവോവി പറഞ്ഞത്? പാസ്. മാറ. കുറച്ചൊക്കെ കുഴപ്പമില്ല. മാറ. എന്താ ഭയപ്പെടുന്നത്? കറക്റ്റ് ആയിട്ടുള്ള മറുപടിയാണ്. റൈറ്റ് ആൻസർ. ദിവ്യ എം ഗെറ്റ്സ് 5 മാർക്സ്. ഓൾറൈറ്റ്. അടുത്ത ചോദ്യം ഒയ്സിയോടാണ്. ഏലിയാവ് കർമ്മേലിൽ യാഗപീഠം പണിയുവാൻ എത്ര കല്ലുകൾ ഉപയോഗിച്ചു?
12. 12 ഉത്തരം വളരെ ശരിയാണ്. ഓയിസി ഗെറ്റ്സ് 5 മാർക്സ്. ഇതോടെ നമ്മുടെ ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട് അവസാനിക്കുകയാണ്. അടുത്തതായിട്ടുള്ള ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ടാണ്. പുതിയ നിയമ റൗണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓയിസിയിൽ നിന്ന് ഇങ്ങോട്ടായിരിക്കും. റൈറ്റ്? ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫോർ യു. ഓൾറൈറ്റ്, ചോദിക്കട്ടെ. നാം ഭിക്ഷ കൊടുക്കുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരിക്കണം എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്? വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. എക്സാക്ട്ലി, എന്താ സംശയം? റൈറ്റ്, 5 മാർക്ക് ഫോർ ഓയിസി, 5 മാർക്കാണ്. രണ്ടാമത്തെ ദിവ്യ, സമാധാനം ഉണ്ടാക്കുന്നവരെ കുറിച്ച് യേശു എന്താണ് ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത്? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. വളരെ ശരിയാണ്. 5 മാർക്ക് ദിവ്യയ്ക്ക് ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം സുഗതകുമാരിയോടാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ എത്ര സ്ത്രീകളുണ്ട്? പാസ്. പാസ്. എസ്തേർ പോൾരാജ് 4. 4 -2 മാർക്സ് ഫോർ എസ്തേർ പോൾരാജ്. യെസ്, ഓയിസി 2. 2 -2 മാർക്സ് ഫോർ ഓയിസി. ദിവ്യ പാസ്. ഓക്കെ, അപ്പം സുഗതകുമാരി 2 പേർക്കല്ലേ മൈനസ് മാർക്ക് എടുത്ത് അല്ലേ? റൈറ്റ്. സോ ഒന്ന് കുറച്ച് കളഞ്ഞു. 5. നിങ്ങൾ ഞാൻ ചൊല്ലിരിക്കുക 5. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ത്രീകളിൽ വംശാവലിയിൽ എത്ര സ്ത്രീകളുണ്ട്? 5 സ്ത്രീകളുണ്ട്. മത്തായിയുടെ സുവിശേഷം 1 മുതൽ 5 ഭാഗം. വെൽ, അവസാനത്തെ ചോദ്യം എത്ര പോൾരാജിനോടാണ്. യേശു ഗദരേനരുടെ ദേശത്ത് എത്തിയപ്പോൾ എത്ര ഭൂതഗ്രസ്തരാണ് ശവക്കല്ലറകളിൽ നിന്നും അവനെതിരെ വന്നതെന്ന് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുന്നു? 2 പേർ. 2 പേർ. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. എസ്തേർ പോൾരാജ് ഗെറ്റ്സ് 5 മാർക്സ്. റൈറ്റ്. ഇതോടുകൂടി നമ്മുടെ ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ട് അവസാനിക്കുകയാണ്. മ്യൂസിയം ഓഫ് ദി വേർഡ് ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്ക്. അത്യുന്നതനായ ദൈവം തന്റെ കൈവിരൽ കൊണ്ടെഴുതിയ വചനമായ 10 കൽപ്പനകൾ മാനുഷ്യകരങ്ങളിൽ നൽകിയതിനു ശേഷം മാനവ സമൂഹത്തിനുണ്ടായ അനുഗ്രഹങ്ങളെ വർണ്ണിക്കുവാൻ സർവശക്തനായ ദൈവം ആഗോള സുവിശേഷകനും ബൈബിൾ പരിഭാഷകനുമായ ഡോക്ടർ മാത്യൂസ് വർഗീസിന് നൽകിയ ദർശനത്തിന്റെ ആവിഷ്കാരം. മ്യൂസിയങ്ങളുടെ മ്യൂസിയമായ മ്യൂസിയം ഓഫ് ദി വേർഡ് ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്ക്. ഏദൻ തോട്ടം മുതൽ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം വരെ വിശ്വാസി ഹൃദയങ്ങളിൽ അനുഭവവേദ്യമാക്കുന്ന മ്യൂസിയങ്ങളുടെ മ്യൂസിയം. മ്യൂസിയം ഓഫ് ദി വേർഡ് ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്ക്. മ്യൂസിയം ഓഫ് ദി വേർഡ് ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്ക്. PO ബോക്സ് നമ്പർ 4, വെമ്പായം PO, തിരുവനന്തപുരം. കോൺടാക്ട് 0472 283 4848, 0472 283 4949. മൊബൈൽ 9495 828 444, 9495 998 555. അടുത്തത് ടെസ്റ്റ് മണി റൗണ്ട്. അഞ്ച് മിനിറ്റ് ആണുള്ളത്. എക്സ്റ്റൻഷൻ 1 മിനിറ്റ്. എൻ്റെ പപ്പ ഒരു ക്രിസ്ത്യൻ, അമ്മ വന്നിട്ട് വേറെ ഒരു മതത്തിലുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ചെറിയ കാലം മുതലേ എനിക്ക് ബൈബിളോ പള്ളിയുടെ കാര്യമോ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പപ്പ എസ്റ്റേറ്റിലെ ജോലി ആയതുകൊണ്ട് പള്ളി ബഹുദൂരം 2-3 ബസ് കയറേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ഈസ്റ്റർ,
അടുത്ത് ക്രിസ്മസ്. ഈ 2 ദിവസം വർഷത്തിൽ 2 പ്രാവശ്യമേ പള്ളിയിൽ പോകും. പള്ളിയിൽ പോയാലും പള്ളിയിൽ എന്താ നടക്കുന്നത് ഏതാ നടക്കുന്നത് എനക്കൊന്നും അറിഞ്ഞൂടാ. കൊച്ചു പ്രായമാണ്, അത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. അമ്മ പപ്പ 2 പേരും മതവ്യത്യാസം, ഭാഷ വ്യത്യാസം. അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കുള്ള ഒരു അടിസ്ഥാനം, അതായത് സൺഡേ സ്കൂൾ കൊണ്ട് പോയിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ആ ബൈബിളെ പറ്റിയോ പ്രാർത്ഥനയെ പറ്റിയോ പാട്ടെ പറ്റിയോ ഒന്നുമേ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഞങ്ങൾ വീട്ടിലെല്ലാവരും 6 മക്കളാണ്. ഞാൻ 2ാമത്തെ മകൾ. അങ്ങനെ വരുമ്പോൾ പപ്പ ഞങ്ങളുടെ കല്യാണപ്രായം വരുമ്പോൾ പപ്പയുടെ മതപ്പടി പപ്പയുടെ ലാംഗ്വേജിൽ ഞങ്ങൾക്ക് ഭർത്താക്കന്മാർ തിരിഞ്ഞ്. ലാംഗ്വേജ് എന്താണ്? അമ്മയുടെ ലാംഗ്വേജ് എന്താണ്? അമ്മ സിംഗലീസ്, സിംഗല, ശ്രീലങ്ക. പപ്പ നാഗർകോവിൽ, തമിഴ്. അങ്ങനെ അവർ 2 പേരും അങ്ങനെ ഇരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ശരിயான ഒരു അടിസ്ഥാനം കിട്ടിയില്ല. അതുമാത്രമല്ല, ഞങ്ങളുടെ പള്ളിയിലിരുന്ന് സൺഡേ സ്കൂൾക്ക് അങ്ങ് പോയി ഞങ്ങൾക്ക് ബഹുദൂരം. 6 മാസം കൂടുമ്പോൾ അവിടുത്തെ കാറ്റഗിസ്റ്റ് വരുവാർ വന്ന് 1-2 ദിവസം അവിടെ ചുറ്റിനടങ്ങി എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും. അപ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ വളർന്നത് കൂടുതലാണ് ഒരു ഇതില്ലാത്തത് കൊണ്ട് ഇതേപ്പറ്റി എനിക്ക് ശരിയാ അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ കല്യാണത്തിന് എല്ലാവരും കല്യാണം ചെയ്ത് കൊടുത്ത്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മകനുക്ക് 59 വയസ്സായി, റിട്ടയറായി ജോലിയിലിരുന്ന്. ഇളയ മകൻ 54 വയസ്സ്, ഐസക് നേസരാജ്, ജോൺ ജ്ഞാനരാജ്. തമിഴ് ഞങ്ങളുടെ പപ്പയുടെ. അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിച്ച് എനിക്ക് 2 കുട്ടികളായി. ഒരു ദിവസം എനിക്ക് 35 വയസ്സൊരു കണ്ണേറ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പറയുന്ന സാക്ഷി സത്യமான ஒரு சாட்சி, உண்மையான ஒரு சாட்சி, എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം. അങ്ങനെ അത് ഒരു നോമ്പ് നാളായിരുന്നത്. നോമ്പ് കാലത്തിൽ ഞാൻ വൈകിട്ട് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു പോയി. നാനാ ചിന്തിച്ചതല്ലാതെ എങ്ങനെ എനിക്ക് ആ ചിന്ത വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറിയ, അതായത് ജീസസുടെ അമ്മ വന്നിട്ട് പരിശുദ്ധാത്മാവിനാൽ അവൾ ജനിച്ചതല്ല. തെറ്റാன വഴിയിൽ ആ അമ്മ അവർ പ്രസവിച്ചിട്ട് ഒരു എണ്ണം വന്നുപോയി. ആ എണ്ണം വന്ന ഉടനെ തന്നെ എൻ്റെ ദേഹത്ത് ഉച്ചിലിരുന്ന് ഉള്ളങ്കാൽ വരെ ആരോ തീ കോരിയിട്ടതുപോലെ ഒരു അനുഭവം. അത് മാത്രമല്ല, എൻ്റെ ദേഹമെല്ലാം വിറച്ച് നടുങ്ങി. എനിക്ക് ഒന്നും ചെയ്യலை. ഞാൻ അപ്സെറ്റായി. എനിക്ക് എന്നെ ഇതിൽ തെരിയില്ല. ഞാൻ നനച്ചതുമില്ല, ഞാൻ സംസാരിച്ചതുമില്ല. അപ്പോൾ ഇത് എനിക്ക് വളരെ ഒരു സങ്കടമായിരുന്നത്. അത് ഏകദേശം ഒരു 3-3.5 വർഷം ഞാൻ വളരെ കഷ്ടപ്പെട്ട്, ഒരു അസുദ്ധാത്മാവ് കൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട്. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എന്നെ തേറ്റുവാങ്ങ. എൻ്റെ ഹസ്ബൻഡ് പറയുക, എനിക്ക് വീട്ടിലെ ജോലി പോരാത്ത കൊണ്ടാണ് എനിക്ക് ചിന്തനകൾ വരുന്നത്. എന്നിട്ട് അവർ ചില സമയങ്ങൾക്ക് അടിയൊക്കെ ചെയ്യും. ஆனால் ഇതിന് മുൻകൈ എടുത്ത് എനിക്ക് ധൈര്യം കൊടുത്ത് എന്നെ വിശ്വാസത്തിൽ കൂടുതലായി ഉറപ്പിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ നേസത്തായി. അന്നാൽ നേസത്തായി പേര്, അവരിപ്പോൾ ഇല്ല. അങ്ങനെ അമ്മ പറഞ്ഞ, അമ്മ ഇങ്ങനത്തെ അസുഖങ്ങൾ വന്നിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രാർത്ഥനയിനാലും ഉപവാസത്തിനാലുമേ അല്ലാமல் ഇത് മാറത്തില്ല ഒരു നാളും. അതുകൊണ്ട് നീ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഉപവാസം തന്നെ പ്രാർത്ഥന തന്നെ ബൈബിൾ തന്നെ, കാരണം അടിസ്ഥാനം ഇല്ലാത്ത കൊണ്ട്. അപ്പം അമ്മ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അങ്ങനെ ഉപവസി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മ ഡോക്ടർമാരുടെ അടുത്തെല്ലാം എന്നെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർമാരെല്ലാം മരുന്ന് കൊടുത്താലും അത് മരുന്ന് കൊണ്ടും ശരി വരുന്നില്ല. അങ്ങനെ ഒരു ദിവസം മരുന്നെല്ലാം കളഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ നീ ഇനി മരുന്നെടുക്കരുത്, മരുന്ന് കൊണ്ടുവന്നില്ല, அந்த ലാറ്റിൻ പിറ്റിൽ കൊണ്ടുപോയി പോട്ടിരും, മരുന്ന് വേണ്ട ഉണക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ശരി എന്നിട്ട് മരുന്ന് കൊണ്ടുപോയിട്ട് അതും പിറகு ഉപവാസത്തിലിരുന്ന് യോവാൻ സുവിശേഷം 14-ാം അധ്യായം ഒരു ദിവസം ഞാൻ റേഡിയോ കേട്ടുകൊണ്ടിരുന്നപ്പോൾ, റേഡിയോ കേൾക്കാതെ അത് പാട്ട് കേൾക്കാതെ പേടിച്ച് ഞാൻ ഓടും. അമ്മ പറഞ്ഞ് നിന്നു കേൾക്കണം. അങ്ങനെ ശരി നിന്നു കേട്ടപ്പോൾ യോവാൻ സ്നാപനം എഴുതുന്ന സുവിശേഷത്തിൽ 14-ാം അധ്യായം 1-ാം വചനം, ഉങ്ങൾ ഹൃദയം കലങ്ങിക്കൂടാ, உங்களுடைய ஹிருதயம் கலங்கக்கூடாதுன்னு. அந்த நேரம் எனக்கு என்னமோ இந்த சரீரத்தில் எந்தோ ஒரு கரண்ட்டு பாஸ் பண்ணது போல் ஒரு இது அனுபவம் பட்டு. அப்போ எனக்கு அதுவும் பிறகு சரின்னுட்டு நான் அதுவும் பிறகு ஒருபாடு கஷ்டப்பட்டு சொல்ல முடியாது எனக்கு. அதுவும் பிறகு எனக்கு ஏழேசம் ஒரு சுகம் கிட்டி
സുഖം കിട്ടിയത് മാത്രമല്ല, ഞാൻ കൂടുതൽ ബൈബിൾ വായിക്കാനും അങ്ങനെ പ്രാർത്ഥിക്കാനും തുടങ്ങി. അതേസമയം എനിക്കൊരു നല്ല അവസരം കിട്ടി. പുനിത യാത്ര, അത് ഹോളി ലാൻഡ് പോകக்கூடிய ഒരു സംഭവം നടന്നത്. എൻ്റെ മകനും കുടുംബത്തോടെ ഞങ്ങൾ ഹോളി ലാൻഡിൽ പോയി. അവിടുത്തെ സംഭവങ്ങൾ, കാഴ്ചകളെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഉണ്മയിലെ നമ്മുടെ ദൈവം, ഉണ്മയിലെ ജീവനുള്ള ദൈവം, സത്യം ഞാൻ ഇത് ഇത്രയും കാലം മറന്നുപോയല്ലോ എന്നിട്ട് ഞാൻ വളരെ സങ്കടപ്പെട്ട്. അതുമാത്രമല്ല, ബെഥെസ്ദാ കുളത്തരുകിൽ എൻ്റെ ഭാഷയിൽ അവിടെ പ്രാർത്ഥിക്കാനുള്ള വല്ലമ എനിക്ക് ദൈവം തന്നു. അത് ഞാൻ വളരെ ഒരു ഭാഗ്യമായിട്ട് കരുത്. അതുമാത്രമല്ല, ഇത് ഒരു സ്വപ്നമാകുന്നത്. ഇതിൽ എനിക്ക് ദൈവം പങ്കെടുക്ക സമയം തന്നാൽ അവർക്ക് നന്ദി சொல்லிக்கிட்டு എൻ്റെ സാക്ഷിയാണ്. എസ്തർ പോൾ രാജ, 4 മാർക്സ്. എൻ്റെ പേര് നേരത്തെ പറഞ്ഞ പോലെ സുഗതകുമാരി. ഞാൻ 1959 മെയ് മാസം 6-ാം തീയതിയാണ് എൻ്റെ ജനനം. ഞാനൊരു CSI കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. പക്ഷേ ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് BP കൂടിയിട്ട് ബ്ലഡ് വൊമിറ്റ് ചെയ്യുകയും, ഞങ്ങൾ താമസിക്കുന്ന വീടിനടുത്ത് IPCയുടെ ചർച്ചുണ്ട്, പെന്തക്കോസ്തിൻ്റെ. അപ്പോൾ ആ ചർച്ചിൽ അമ്മ പോവുകയും എന്നാൽ പല മെഡിക്കൽ കോളേജിൽ നിന്ന് എൻ്റെ അമ്മയെ കൈവിട്ടതായിരുന്നു. ഇനി ഒരു ട്രീറ്റ്മെൻറ്റും നിങ്ങൾക്കില്ല, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് അമ്മയെ കൈവിട്ടതായിരുന്നു. പക്ഷേ ഈ പെന്തക്കോസ്തിലെ പാസ്റ്ററും അവർ വിശ്വാസികളും ഒരു കുടുംബമായി ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിമിത്തമായി അമ്മ രക്ഷയുടെ ഭാഗത്ത് കടന്നു വന്നു. പക്ഷേ എൻ്റെ അപ്പച്ചൻ CSIയുടെ മെമ്പറായതുകൊണ്ടും അദ്ദേഹം ഉന്നത സ്ഥാനത്ത് ആയിരുന്നതുകൊണ്ടും അമ്മയ്ക്ക് വളരെ പ്രതികൂലം ഉണ്ടായി. അമ്മയെ ദേഹോപദ്രവം ഒക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങൾ 4 മക്കളാണ്. 4 മക്കളിൽ മൂത്തവളാണ് ഞാൻ. എൻ്റെ സഹോദരൻ, നേരെ ഇളയത് സഹോദരൻ, പിന്നെ ബാക്കി 2 പേരും പെൺകുട്ടികൾ. ഞങ്ങൾ 3 പെൺകുട്ടികളും ഒരാണുമായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് വളരെ ഉപദ്രവം അപ്പച്ചനിൽ നിന്നും ഉണ്ടായി. കാരണം അമ്മ CSI വിട്ട് പെന്തക്കോസ്തിൽ പോകുന്നത് കൊണ്ട് തന്നെ. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അപ്പച്ചനും ഒരു മാനസാന്തരം ദൈവം കൊടുത്തു. ഏറ്റവും കൂടുതൽ അമ്മയെ ഉപദ്രവിച്ചത് എൻ്റെ അപ്പച്ചനാണെങ്കിൽ പോലും അവർക്ക് 2 ആൾക്കും ഒരേ ദിവസം സ്നാനപ്പെടാൻ ദൈവം സഹായിച്ചു. അത് ആദ്യം അപ്പച്ചനാണ് സ്നാനപ്പെട്ടത്, പിന്നീട് 2ാമതാണ് അമ്മ സ്നാനപ്പെടുക. ഒരു ദിവസം തന്നെയാണ്, പക്ഷേ ഈ ഏറ്റവും കൂടുതൽ എതിർത്തതായ അപ്പച്ചനാണ് ആദ്യം സ്നാനപ്പെട്ടത്, 2ാമത് അമ്മയും. അതിനുശേഷമായി എൻ്റെ കല്യാണം 1979 മാർച്ച് മാസം 8-ാം തീയതി ആയിരുന്നു. അത് പെന്തക്കോസ്ത്, ഇതിനിടയ്ക്ക് ഞാൻ സ്നാനപ്പെട്ടു 1977 സെപ്റ്റംബർ മാസം 4-ാം തീയതിയാണ് ഞാൻ സ്നാനപ്പെടുന്നത്. അതിനുശേഷം എൻ്റെ കല്യാണം നടന്നു. പെന്തക്കോസ്ത് ദൈവസഭയുടെ പാസ്റ്ററുടെ മകനാണ് എന്നെ വിവാഹം കഴിച്ചത്. കഴിഞ്ഞ വേദിയിൽ അദ്ദേഹം മത്സരിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 മക്കളായിരുന്നു. അതിൽ മൂത്ത മകൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരിച്ചുപോയി. അവൻ്റെ വൈഫും കുഞ്ഞും ബാംഗ്ലൂരാണ്. അവരവിടെ സന്തോഷമായി ജീവിക്കുന്നു. പിന്നെ എനിക്ക് 89 സ്കൂളിൽ, വിതുര സ്കൂളിലാണ് എനിക്ക് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നത്. അവിടെ 7 വർഷം അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷമായി വീട്ടിനടുത്ത് വെഞ്ഞാറമൂട് സ്കൂളിലേക്ക് ഞാൻ കടന്നു വന്നു. അവിടെ വളരെ പ്രതികൂലം എനിക്കുണ്ടായി. കാരണം എൻ്റെ പേര് സുഗതകുമാരി എന്നാണെങ്കിലും പിന്നെ ഞാൻ അവിടെ ചെന്നതിന് ശേഷമായിട്ട് മറ്റുള്ളവരോട് സുവിശേഷം പറയുന്ന ഒരു പതിവ് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എൻ്റെ അടുത്തിരിക്കുന്ന എനിക്ക് തന്നിട്ടുള്ള കബോർഡിൽ ഞാൻ എൻ്റെ ബൈബിൾ കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ബൈബിൾ അവിടെയും ഒരു ബൈബിൾ വീട്ടിലുമുണ്ട്. ഫ്രീ ആയിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരൊക്കെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് സമയം പോക്കുമ്പോൾ ഞാനത് ചെയ്യാറില്ല. ഞാൻ ഈ ബൈബിൾ എടുത്ത് വായിക്കും. അങ്ങനെ എൻ്റെ കൂടെ പലരും കൂടി അവരോട് ഞാൻ സുവിശേഷം പറയുമായിരുന്നു. അത് എനിക്ക് വലിയ എതിർപ്പിന് കാരണമായി തീർന്നു. അങ്ങനെ ഒരു ടീച്ചർ എന്നോട് വളരെ പരുഷമായി സംസാരിച്ചു. പിന്നെ ഞാനൊരു വേദഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്നുള്ള ആ വേദഭാഗം വായിച്ചപ്പോൾ ഒരു ടീച്ചർ, ഹിന്ദി ടീച്ചർ എന്നോട് വന്ന് ചോദിച്ചു,
ടീച്ചറെ ഇതെങ്ങനെ എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ വേറൊരു ടീച്ചർ കേട്ടുകൊണ്ടിരുന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ മെഡിക്കൽ കോളേജും ഹോസ്പിറ്റലും ഒന്നും വേണ്ടല്ലോ, യേശു സൗഖ്യമാക്കുമെങ്കിൽ പിന്നെ ഇവിടെ ഇതൊന്നും വേണ്ടല്ലോ, മരുന്നും വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വളരെ പരുഷമായി സംസാരിക്കുകയും, പക്ഷേ ഞാൻ അവരോടൊന്നും മറുത്തു പറയാതെ ഞാൻ വന്നിരുന്ന് പിന്നെ വീണ്ടും ദൈവത്തോട് ഇങ്ങനെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് ഓടി വരുവാനിടയായി തീർന്നു. കർത്താവ് രാത്രി ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്, നിന്നെ ആരും കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല എന്നുള്ള ആ വാക്യം എൻ്റെ ഹൃദയത്തിൽ തന്നപ്പോൾ എനിക്ക് വളരെ ഉത്സാഹമായി. ഞാൻ പിന്നത്തേതിൽ എന്നോട് എതിർത്തി നിന്ന ആ ടീച്ചേഴ്സിൻ്റെ ഭവനങ്ങളിൽ പലവിധത്തിലുള്ളതായ പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായി. അവർക്ക് പിന്നെ ദൈവത്തിൽ വിശ്വാസം വന്നു. ഞാൻ വെഞ്ഞാറമൂട് സ്കൂളിലായിരിക്കുമ്പോൾ തന്നെ പല ജാതിയിൽപ്പെട്ടവരും പല മതത്തിൽപ്പെട്ടവരും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അല്പസമയം കിട്ടുന്നത് കൊണ്ട് ഞങ്ങൾ ആ സമയത്ത് ദൈവവചനം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ട്രാക്റ്റുകൾ കൊടുക്കാൻ പോകുമായിരുന്നു. ഇങ്ങനെയൊക്കെ പല അത്ഭുത പ്രവൃത്തികളും ആ സമയങ്ങളിൽ വെഞ്ഞാറമൂട് സ്കൂളിൽ ദൈവം ചെയ്തെടുക്കുവാനിടയായി തീർന്നു. 2015 ഞാൻ പെൻഷനായി ഇപ്പോൾ ഭവനത്തിൽ വിശ്രമിക്കുന്നു. എങ്കിലും ദൈവം നടത്തുന്നു. ദൈവത്തിന് വേണ്ടി ഏത് കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുവാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ചില രോഗങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അതൊക്കെ സാരമാക്കാതെ കർത്താവിനോട് പ്രാർത്ഥിച്ച് എന്നാലാവോളം കർത്താവിന് വേണ്ടി ജീവൻ അവസാനിക്കും വരെ പ്രയോജനപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങൾ കുടുംബമായി ആ വിധത്തിൽ തന്നെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എൻ്റെ പേര് ദിവ്യ. എൻ്റെ പപ്പയും അമ്മയും എന്നെ ഞാൻ അപ്പച്ചനും അമ്മച്ചി എന്നാണ് വിളിക്കാറ്. അപ്പച്ചനും അമ്മച്ചിയും കത്തോലിക്ക ഇതിൽ നിന്നാണ് വിവാഹം കഴിഞ്ഞെങ്കിലും എനിക്ക് 1 വയസ്സാവുന്നതിന് മുന്നമേ അവർ പെന്തക്കോസ്ത് അനുഭവത്തിൽ വരുവാനിടയായി. മൂത്ത മകളായി ഞാൻ ജനിച്ചു. എൻ്റെ താഴെ 2 അനിയത്തിമാരും 1 അനിയനും ഉണ്ട്. ആ സമയം മുതൽ ഏത് മീറ്റിങ്ങും ഏത് കാര്യങ്ങൾക്കും ഞങ്ങളെ ആത്മീയ ലെവൽ തന്നെയാണ് ഞങ്ങൾ 4 പേരെയും വളർത്തിയിരുന്നത്. ഭൗതികമായിട്ടുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളെല്ലാം അനുഭവിച്ചെങ്കിലും ആത്മീയമായിട്ടുള്ളൊരു സന്തോഷത്തിലേക്ക് ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങൾ 4 പേരെയും കൊണ്ടുപോയിരുന്നു. എൻ്റെ ഫാദർ ഒരു പട്ടാളക്കാരനായിരുന്നു. അതിൻ്റെതായ കണിശങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആത്മീയത്തിലുണ്ടായിരുന്നു. മറ്റ് എല്ലാ കാര്യങ്ങളിലും നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. അതിനനുസരിച്ച് നല്ല വിദ്യാഭ്യാസം ഞങ്ങൾക്ക് 4 മക്കൾക്കും നൽകി. ആത്മീയമായ എല്ലാ കൂട്ടായ്മകളിലും ഒരു ദിവസം അവധി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിഞ്ഞാൽ പരസ്യയോഗത്തിനുള്ള സാങ്ഷൻ എടുക്കും. ഞങ്ങൾ 4 പേരെയും കൊണ്ടുപോകും. അപ്പച്ചനും അമ്മച്ചിയും അമ്മച്ചി ട്രാക്റ്റ് കൊടുക്കും, താഴെയുള്ള അനിയൻ ട്രാക്റ്റ് കൊടുക്കും. ഞങ്ങൾ 3 പെൺപിള്ളേർ പാട്ടുകൾ പാടും. അങ്ങനെ കർത്താവിൻ്റെ വേല വിശ്വസിയോടെ ദൈവനാമത്തിന് വേണ്ടി ഞങ്ങളെ ചെയ്തു. തുടർന്ന് എൻ്റെ വിവാഹം കഴിഞ്ഞു. ഒരു പാസ്റ്ററെയാണ് വിവാഹം കഴിച്ചത്. സന്തോഷത്തോടെ 2 മക്കളെ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ ബീഹാറിൽ, മൂന്നാറിൽ, കൊല്ലം, അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലും സഭയിൽ കർത്താവിൻ്റെ വേല വിശ്വസിയോടെ ചെയ്യുവാൻ ഇതുവരെയും ദൈവം സഹായിച്ചു. പലവിധമായ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകളൊക്കെയും ശാരീരികമായൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുഞ്ഞുനാൾ മുതലേ കർത്താവിനോട് പ്രാർത്ഥിച്ച് സൗഖ്യം ഇതാക്കുക. പിന്നീട് ആത്മീയമായും ഭൗതികമായും ഉള്ള എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയാണ് മുൻപന്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. അത് മുഖാന്തരം ഇതുവരെയും കർത്താവിൻ്റെ സന്നിധിയിൽ വേലയോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നു. 2 അനിയത്തിമാരുടെയും വിവാഹം കഴിഞ്ഞു. അനിയൻ്റെയും ഈ അടുത്ത് വിവാഹം കഴിഞ്ഞു. 3 പേരും കുടുംബങ്ങളായി സന്തോഷത്തോടെ ആയിരിക്കുന്നു. പിന്നെയും കർത്താവിൻ്റെ വേലയിൽ വിശ്വസിയോടെ ഞങ്ങൾ 4 പേരും ഒരുമിച്ച് ദൈവത്തിൻ്റെ അനേകര കർത്താവിലേക്ക് നേടുന്നവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ചർച്ചിൻ്റെതായിട്ടുള്ള പ്രവർത്തനം മാത്രമേ ഉള്ളൂ, അതോ പുറത്ത് സുവിശേഷീകരണത്തിനായിട്ടുള്ള എന്തെങ്കിലും പരസ്യങ്ങളൊക്കെ ചെയ്യും? പരസ്യങ്ങൾ
പ്രതിമാസം ഓരോ മാസമാണോ? ചർച്ച് സംബന്ധമായി പരസ്യങ്ങൾ മീറ്റിങ്ങുകളെല്ലാം നടത്തും, ഉപവാസ പ്രാർത്ഥനകൾ അങ്ങനെയല്ല. ഉപവാസ പ്രാർത്ഥന പരസ്യമായിട്ട് നടത്തുന്നുണ്ടോ? അല്ല സഭയിലായിട്ട് നടത്തും. എത്ര ദിവസം ഉപവാസ പ്രാർത്ഥന സാധാരണ നടത്തുന്നത്? സാധാരണ 7 ദിവസം, 21 ദിവസം അങ്ങനെയല്ല. അപ്പോൾ 7 ദിവസം ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു നേരം ആഹാരം കഴിക്കുമോ അതോ? 7 ദിവസം എന്ന് പറയുമ്പോൾ 7 ദിവസം ഫുള്ളായിട്ട് എടുക്കും, അല്ലെങ്കിൽ വൈകിട്ട് ഒരു നേരം കഴിച്ച് 7 ദിവസമായിട്ട് എടുക്കും. 3 ദിവസമാകുമ്പോൾ 3 ദിവസം ഫുള്ളായിട്ട് എടുക്കും. 21 ദിവസം ഒരു നേരം കഴിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് എത്ര ദിവസമാണ്? 7 ദിവസമാണ്. ഇപ്പം 21 ദിവസം ഒരു നേരം കഴിച്ചിട്ട്. മറ്റത് അപ്പോൾ ഇത് പൊതു ഉപവാസമാണ്. ഞാൻ പറഞ്ഞത് ചർച്ചിൽ എല്ലാവരും ഉള്ളതാണ് അല്ലേ? ചർച്ചിൽ എല്ലാവരും എടുക്കുന്നില്ല. അപ്പോൾ ദിവ്യമായിട്ട് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെ നിങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങൾ 7 ദിവസം 3 ദിവസം ഒക്കെ എടുത്തിട്ടുണ്ട്. 7 ദിവസം കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷയാണ് നയിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കുന്നത്. വേർഡ് മിനിസ്ട്രീസ് എന്ന് പറയുന്നത് ഒരു ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് ചോദിക്കുന്നത്. എടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നുണ്ടോ? എല്ലാവരും വചനം കേൾക്കും, ആ ഒരു സൗഖ്യവും വിടുതലും ഇതെല്ലാം വേണമെങ്കിലും വചനം എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ എവിടെയാണ് നിങ്ങളുടെ? കൊപ്പത്താണ്. ഈ വേൾഡ് മിനിസ്ട്രീസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? ഞാൻ നമ്മുടെ ചർച്ചിലൊരു സഹോദരൻ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മൊബൈലിലെല്ലാം നോക്കിയായിരുന്നു. അങ്ങനെയുള്ള അറിവ് ഉണ്ട്. മ്യൂസിയത്തിലൊന്നും വന്നിട്ടില്ല? മ്യൂസിയത്തിൽ വന്നിട്ടില്ല. വരണം. തീർച്ചയായിട്ടും. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതലായിട്ട് ഈ സുവിശേഷം എല്ലാവരും എത്തിക്കുവാന്നൊക്കെ വേണം. ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷീ ഗെറ്റ്സ് ഓൾസോ 400 മാർക്സ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് ഭക്തിയുള്ള ഒരു കുടുംബത്തിൽ വളർത്തപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ പപ്പയും അമ്മയും നല്ല ഭക്തിയുള്ള ഒരു കുടുംബത്തിൽ ഞങ്ങളെ ചിട്ടയോടെ വളർത്തിയ ഒരു കുടുംബമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്തിലാണ് ഞാൻ എൻ്റെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത്, ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അന്ന് ഞാനൊരു തീരുമാനമെടുത്ത് എൻ്റെ തുടർന്നുള്ള ജീവിതം ഇനി എത്ര കാലം ദൈവം തന്നാലും ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും, കർത്താവിന് മരിക്കുന്നതിന് മുമ്പ് സുവിശേഷ വേല ചെയ്യണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായി. സുവിശേഷ വേല എന്ന് പറയുമ്പോൾ യേശുവിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത കേട്ടിട്ടില്ലാത്ത സ്ഥലത്തേക്ക് കടന്നു പോകണം. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ തീരുമാനമെടുത്തത് രാജസ്ഥാൻ എന്ന ആ സംസ്ഥാനത്തേക്ക് കടന്നു പോകണം എന്നുള്ളതായിരുന്നു. പക്ഷെ അന്നത്തെ ആ സാഹചര്യമൊന്നും പറ്റിയില്ല. ദൈവം എന്നെ രാമേശ്വരത്തേക്ക് കൊണ്ടുപോയി. രാമേശ്വരം അവിടെയാണ് കുറച്ച് നാൾ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എനിക്കായിരിക്കും. അല്ല, ഞാൻ സിംഗിളായിരുന്നു അപ്പോഴ്. ശുശ്രൂഷ ചെയ്യുവാനിടയായി തീർന്നു. അതിനുശേഷം എൻ്റെ പ്രാർത്ഥനയൊക്കെ എനിക്കൊരു മാരേജ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു മിഷണറിയെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ളൊരിതായിരുന്നു, ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ദൈവം എനിക്ക് അത് കൃപയാൽ ആഗ്രഹത്തെ സാധിപ്പിച്ചു തന്നു. ഛത്തീസ്ഗഡിലെ ഒരു മിഷണറി ആയിരുന്ന ഒരു ദൈവദാസനാണ് എൻ്റെ ഭർത്താവ്. ഞങ്ങൾ കുടുംബമായിട്ട് ഇന്ന് അനേക സ്ഥലങ്ങളിൽ അനേക സ്റ്റേറ്റുകളിൽ കടന്നു പോകാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹപ്രകാരം രാജസ്ഥാനിലും കടന്നു പോകാൻ ദൈവം കൃപയാൽ സഹായിച്ചു. നമ്മൾ ദൈവത്തോട് എന്ത് ആഗ്രഹത്തോടെ ചോദിച്ചാലും ദൈവഹിതപ്രകാരം ചോദിക്കുന്നതിന് ദൈവം നമ്മൾ ആഗ്രഹത്തെ സാധിപ്പിക്കും. അങ്ങനെ ശുശ്രൂഷയിൽ അങ്ങനെ കടന്നു പോകാനും ഞങ്ങളിന്ന് കുടുംബമായിട്ട് സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലും അവിടെ പ്രതികൂലങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് അവിടെ കടന്നു പോകാനും ഒക്കെ 2 മക്കളും ഇപ്പോഴും ശുശ്രൂഷയുടെ മുഖത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, സൈഡായിട്ട്. ഞങ്ങൾ WME ആണ് അവിടെ. അതെ. അല്ല, അവിടെ വേറെ ചർച്ചാണ്. കേരളത്തില് ആ ചർച്ചില്ല. ഇല്ല. മസീഖർ എന്ന് പറഞ്ഞ ആ ചർച്ചിലാണ് കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. മസീഖർ, ഡൽഹിയിൽ. കേരളത്തില് ഞങ്ങള് WME. എന്റെ സ്വദേശം ഇവിടെയാണ്, നെയ്യാറ്റിൻകര പരശുക്കല്ലാണ്. അല്ല, ഞങ്ങള് ലവ് ആർമി ക്രൂസൈഡ്. അതെ, അങ്ങനെയാണ് ഒരു മിഷണറി ദർശനം എന്റെ ഉള്ളിലേക്ക് വന്നത്. ലവ് ആർമി ക്രൂസൈഡിൽ ഒരുപാട് പേര് കർത്താവ് വന്നിട്ടുണ്ട്. അതെ, പക്ഷെ പഴയ ആ വളർച്ച ഇപ്പോൾ ലവ് ആർമി ക്രൂസൈഡിനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇല്ലേ? അതെ. എന്റെ സ്ഥാപനമൊക്കെ കടന്നുപോയി. അത് കഴിഞ്ഞ പിന്നെ കുറച്ച് സ്ലോ ആയെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? പക്ഷെ അവർ ഒരുപാട് ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. ഓക്കെ, ഷീ ഗെറ്റ്സ് 400 മാർക്സ്. ഇതോടുകൂടി നമ്മുടെ
ടെസ്റ്റിമണി റൗണ്ട്, സാക്ഷി റൗണ്ട് അവസാനിക്കുകയാണ്. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് ക്രൈസ്തവ ലോകത്തിന് സമ്മാനിക്കുന്ന 31ാമത് ഗാനസമാഹാരം. സർവശക്തൻ സർവാധിപൻ എന്റെ ദൈവം യഹോവ. നന്ദിയോടെ നന്ദിയോടെ അന്ത്യം വരെ യേശുവേ അങ്ങേ സാക്ഷിയാകുവാൻ പാരിടത്തിൽ പാർത്തിടും നാളുകളെല്ലാം തിരുക്കരത്താൽ നയിക്കണമേ. സർവശക്തൻ സർവാധിപൻ എന്റെ ദൈവം യഹോവ. അടുത്തതായിട്ട് വേദവായന. ഇവർക്ക് ബൈബിൾ കൊടുക്കും, തമിഴ് ബൈബിൾ ഉൾപ്പെടെ കൊടുത്താൽ. ഫസ്റ്റ് റീഡിങ്, ഒന്നാമത്തെ വായന. ബൈബിൾ അടച്ചാട്ടെ. ഫിലിപ്പിയർ 2:5. ക്രിസ്തു യേശുവിനുണ്ടായിരുന്ന അതേ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. 2 marks for OECJ. Right? രണ്ടാമത്തെ വായന യെശയ്യാവ് 50:5. യഹോവയായ ദൈവം എന്റെ ചെവി തുറന്നു, ഞാനോ എതിർത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. ശരിയായ വായനയാണ്. OECJ gets another 2 marks. 2 മാർക്ക്. മൂന്നാമത്തെ വായന റെഡിയാണോ അമ്മ? രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ കാല പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം 1 പറ യവമുണ്ടായിരുന്നു. ഉത്തരം വളരെ ശരിയാണ്. OECJക്ക് 2 മാർക്ക് ലഭിക്കുന്നു. 2 more marks. റൈറ്റ്. അവസാനത്തെ വായന ബൈബിൾ അടച്ചാട്ടെ. എസ്തർ 4:7. മൊർദെഖായി തനിക്ക് സംഭവിച്ചതും യഹൂദന്മാരെ നശിപ്പിക്കുന്നതിനായി ഹാമാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത തുകയുടെ കാര്യവും അവനോട് അറിയിച്ചു. ശരിയായ വായനയാണ്. ദിവ്യയ്ക്ക് 2 മാർക്ക്. ഇതോടുകൂടി നമ്മുടെ റാപ്പിഡ് റീഡിംഗ് റൗണ്ട് അവസാനിക്കുകയാണ്. എപ്പിസോഡും അവസാനിക്കുകയാണ്. Judges, will you please announce the results? Mrs. OECJ gets the first prize. Yeah, give her a big hand. Very good. Praise the Lord. Thank you. And Mrs. Divya gets the second prize. Very Thank good. you, thank you. God bless. മോസസ് സ്റ്റേജും ഈ എപ്പിസോഡും ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.